ഇന്ത്യയിലെ ജെയിൻ കമ്മ്യൂണിറ്റി, അതായത് ഹൈ എൻഡ് സനാതനിയാണ് ഈ പറയുന്ന ജെയിൻ എന്ന് പറയുന്നത്. രാജസ്ഥാൻ സ്വദേശിയാണ്. അദ്ദേഹം അമേരിക്കയിലെത്തിയിട്ട് ഏകദേശം 6-7 വർഷമേ ആയിട്ടുള്ളൂ. അമേരിക്കയിലുള്ള ഒരു ജെയിൻ കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അമേരിക്കൻ സിറ്റിസണുമായി. അപ്പം ഈ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹമായിരുന്നു അമേരിക്കൻ ആർമി ജോയിൻ ചെയ്യണമെന്ന്. അതിനു മുമ്പ് ഇന്ത്യൻ ആർമി ജോയിൻ ചെയ്യണമെന്ന് നടന്നില്ല. അപ്പോൾ അമേരിക്കൻ ആർമിയിൽ ഓഫീസറായിട്ട് ടെസ്റ്റ് എല്ലാം പാസ്സായിട്ട് അതിൻ്റെ ജെഫേഴ്സൺ ട്രെയിനിങ് ക്യാമ്പിനകത്ത് വെച്ചാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചോണം, ഇതാണ് ഇതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം സനാതനിയാണ്. അദ്ദേഹത്തിന് ഈ തിലകം വെച്ചുകൊണ്ട് തിലക രാവിലെ ഇട്ടുകൊണ്ട് മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ. അതില്ലെങ്കിൽ അദ്ദേഹത്തിന് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അപ്പം ആദ്യം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, കേരളത്തിലെ മഹാവിരുദ്ധന്മാരായ എക്സ്പേർട്ടുകളോട് ചോദിക്കുക, ഇന്ത്യൻ ആർമിക്കകത്ത് ഏതെങ്കിലും പട്ടാളത്തിൻ്റെ ഓഫീസേഴ്സ് താഴെയുള്ള പട്ടാളക്കാരനോ ഓഫീസേഴ്സ് തിലകം വെച്ച്, അതായത് ഈ സംഭവം വെച്ചിട്ട് ഇന്ത്യൻ ആർമിക്കകത്ത് വർക്ക് ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. ട്രെയിനിങ് സമയത്ത് ഒട്ടും പറ്റത്തില്ല. നിങ്ങൾ ഈ കൈ കെട്ടുന്ന ത്രെഡ് അതിൻ്റെ അത് കെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ആർമിയുടെ ഡിസിപ്ലിനാണ്. പക്ഷെ ഈ പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഇതില്ലാതെ അമേരിക്കൻ ആർമിയുടെ ട്രെയിനിങ്ങിന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ അമേരിക്കൻ ആർമി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതായത് ട്രെയിനിങ് ക്യാമ്പിനകത്ത് വെച്ച് ഇയാളെ ഡിസ്മിസ് ചെയ്യാനും അതേപോലെ തന്നെ ഡീപ്പോർട്ട് ചെയ്യാനും, അമേരിക്കയിൽ നിന്ന് കയറ്റി അയക്കാൻ, തിരിച്ച് ഇന്ത്യയിലോട്ട് അയക്കാൻ. ഈ ഒരു സന്ദർഭത്തിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ക്യാമ്പിൽ അമേരിക്കൻ ആർമിയുടെ ചാപ്ലിൻ, ഈ ചാപ്ലിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയിലും ഉണ്ട്. ഈ ചാപ്ലിൻ എന്ന് പറയുന്നത് പൂജാരിയൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻ പൂജാരിയുണ്ട്, മുസ്ലിം സംഭവമുണ്ട്. ഇതൊരു സ്പിരിച്വൽ കേഡറാണ്. ഈ ചാപ്ലിൻ വന്നിട്ട് ഈ നമ്മുടെ ഇയാളെ കാണുന്നു, ഈ ചെറുപ്പക്കാരനെ കാണുന്നു, അയാളുടെ കാര്യം ചോദിക്കുന്നു. ഈ ഹരീഷ് ഈ ചാപ്ലിനോട് പറയുകയാണ് അയാളുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെയുള്ള തിലകം വെച്ചിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതില്ലാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അയാൾ ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയ രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ആ ഫാമിലിയിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനകത്ത് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഈ ചാപ്ലിൻ ഈ പയ്യനുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇത് താങ്കളെ മറ്റൊരു ട്രെയിനിങ് യൂണിറ്റിലോട്ട് അയക്കാം, കാരണം താങ്കൾ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്,